ഇപ്പോൾ കരുനാഗപ്പള്ളിയിൽ നിന്ന് ഒരു വാർത്ത വരുന്നു. സംഘടനാ പ്രശ്നങ്ങളുടെ പേരിൽ CPM കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടപ്പോൾ 9 മാസമായി. പുതിയ കമ്മിറ്റി രൂപവൽക്കരിക്കാൻ കഴിയാത്തതിൽ അണികൾക്കിടയിൽ അമർഷം ശക്തമാണെന്ന് ഞങ്ങളുടെ പ്രതിനിധി അരുൺ രാജ് റിപ്പോർട്ട് ചെയ്യുന്നു. കൊല്ലത്തുനിന്ന് അരുൺ രാജ് തത്സമയം ചേരുകയാണ്. അരുൺ രാജ്, ഗുഡ് മോർണിംഗ്. കൊല്ലത്ത് ഓണമൊക്കെ വന്ന് ഓണവിപണിയൊക്കെ ഉണർന്നുവെന്ന് വിശ്വസിക്കുന്നു. പറയൂ അരുൺ രാജ്, കരുനാഗപ്പള്ളിയിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? SKN ഓണത്തിന്റെ ആഘോഷം കൊല്ലത്തും തുടങ്ങി. ഇന്ന് സ്കൂളുകളിലും കോളേജുകളിലും എല്ലാം വർണ്ണാഭമായ ഓണാഘോഷമാണ്. അതിനിടയിലും ചില വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട്. കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്നാണ് ഈ വാർത്ത. കാരണം 9 മാസം മുമ്പ് നമ്മൾ പുറത്തുവിട്ടൊരു വാർത്തയുടെ പിൻബലത്തിലാണ് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയെ CPMന്റെ സംസ്ഥാന നേതൃത്വം പിരിച്ചുവിട്ടത്. ഈ ഏരിയ കമ്മിറ്റിയെ തന്നെ പൂർണ്ണമായും ഒഴിവാക്കുന്ന സാഹചര്യം അടക്കം കണ്ടതാണ്. പക്ഷേ ഈ സംസ്ഥാന സമ്മേളനവും അതുപോലെ തന്നെ പാർട്ടി കോൺഗ്രസും അടക്കം കഴിഞ്ഞിട്ടും ഈ ഏരിയ കമ്മിറ്റിയെ പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതിൽ വലിയ അമർഷമാണ് നിലവിൽ കരുനാഗപ്പള്ളിയിലെ പാർട്ടി പ്രവർത്തകർക്കുള്ളത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം അടുത്തു വരുന്ന സാഹചര്യത്തിൽ പാർട്ടിയുടെ ഒരു പ്രവർത്തനം പോലും ഈ മേഖലയിൽ നടക്കുന്നില്ല. പാർട്ടി പ്രവർത്തനം നിഷ്ക്രിയമായി തന്നെ കരുനാഗപ്പള്ളിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നിലവിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ പരാതിയായി ഉന്നയിച്ചിട്ടുള്ളത്. സംസ്ഥാന നേതൃത്വത്തിന് മുമ്പായി ഇത് പരാതിയായി കരുനാഗപ്പള്ളിയിലെ പാർട്ടി പ്രവർത്തകർ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുകയാണ്. ഈ പ്രതിപക്ഷ MLA ആണ് സ്ഥലത്ത് ഉള്ളത്. ആ MLAക്കെതിരെ ഒരു സമരം പോലും നടത്താൻ കഴിയാത്ത അവസ്ഥയിലാണ് നിലവിൽ ഇപ്പോഴത്തെ അവിടുത്തെ സാഹചര്യം. ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം പോയിട്ട് ഒരു ബ്രാഞ്ച് കമ്മിറ്റി പോലും നിലവിൽ അവിടെ പ്രവർത്തിക്കുന്നില്ല. ഇത് താഴെത്തട്ടിൽ പാർട്ടി പ്രവർത്തനത്തെ ബാധിക്കുന്നു എന്നുള്ളതാണ് കരുനാഗപ്പള്ളിയിലെ CPM പ്രവർത്തകരുടെ പരാതിയായി ഇപ്പോൾ എത്തിയിട്ടുള്ളത്. എന്തായാലും ഈ പരാതി ജില്ലാ നേതൃത്വത്തിനെതിരെ കൂടി ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഗൗരവസ്വഭാവം വർദ്ധിപ്പിക്കുന്നത്. ചില ജില്ലാ നേതാക്കൾ ഈ ഏരിയ കമ്മിറ്റി രൂപവൽക്കരിക്കാനുള്ള ശ്രമം അത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പിലേക്ക് മാറ്റുകയാണ്. അതോടെ ഈ പ്രശ്നങ്ങൾ, ഈ വിഭാഗീയത കൂടുതൽ രൂക്ഷമാവുക തന്നെ ചെയ്യുന്നതിനല്ലാതെ മറ്റു പ്രശ്നങ്ങൾ അവസാനിക്കില്ല എന്നതാണ് പാർട്ടി പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും സംസ്ഥാന നേതൃത്വം അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണമെന്ന ആവശ്യമാണ് കരുനാഗപ്പള്ളിയിലെ CPM പ്രവർത്തകർക്ക് നിലവിലുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.